കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണാൻ പോകുന്ന തങ്കച്ചിനെ ശേഖരനെയൊക്കെ പൊളിച്ചടുക്കുന്നുണ്ട് കമല. അതിനെ കുറിച്ച് നല്ല വിശേഷങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ചെറിയ ഡോസ് മാത്രമായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, ഓരോ ദിവസം ചെല്ലും തോറും കമല അക്രമശക്തിയായിട്ട് വരുവാണ്. പിന്നീട് തങ്കച്ചി മാത്രമല്ല, വേലക്കാരിയൊക്കെ ഇങ്ങനെ ജീവന് വേണ്ടിയിട്ട് കിടന്ന് ഓടുന്ന ഓട്ടപ്പാച്ചിലൊക്കെയാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വേണി അച്ഛനെ വിളിക്കുവാണ്. വേണിയെ നോക്കാനായിട്ടൊരു ഹോം നേഴ്സിനെ വിട്ടിട്ടുണ്ടായിരുന്നു. വേണിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. താൻ ആദർശേട്ടനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് വേറെ ആരും വരണ്ട, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് താൻ തന്നെ ആദർശേട്ടൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. അങ്ങനെ നോക്കണ സമയത്താണ് ഹോം നേഴ്സ് വരുന്നത്. പക്ഷെ അത് വേണിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേണി മഹാദേവനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാ. എന്നെ നോക്കാനായിട്ട് വേറെ ആരും വരേണ്ട ആവശ്യമില്ല, എനിക്കറിയാം എന്നെ നോക്കാനായിട്ട്. അച്ഛൻ എന്തിനാ ആ സന്ധ്യാന്ന് പറഞ്ഞ ചേച്ചിനും കൂടെ വിട്ടെ, എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു വിളിക്കാൻ പറയാം. പക്ഷെ മഹാദേവൻ എന്ത് ചെയ്യുക? മഹാദേവൻ സമ്മതിച്ചില്ല. നീ പ്രഗ്നന്റ് ആയിട്ടേക്ക് സമയം, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, നീ മാത്രമാണ് കുഴപ്പമില്ലായിരുന്നു. എനിക്കറിയാലോ വേണിമോളെ നിന്റെ ആത്മാർത്ഥ എന്താന്ന്. അതുകൊണ്ട് നീ എപ്പോഴും ആദർശിന്റെ പുറകെയായിരിക്കും, ആദർശിന്റെ കാര്യങ്ങൾ നോക്കാൻ നടക്കും. പക്ഷെ നീ നിന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കാനായിട്ട് മറന്നു. അതാ ഞാൻ ഹോം നേഴ്സിനെ വിട്ടത്. ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പം നിനക്ക് ആ ഹോം നേഴ്സിനെ അവിടെ നിർത്താൻ മടിയാണെങ്കിൽ നീ അവിടെ പറഞ്ഞു വിട്ടു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞു വിടുന്ന സമയത്ത് നീ ഇങ്ങോട്ട് വരണം, ചാരങ്ങാട്ടേക്ക് വരണം. പിന്നെ ഡെലിവറി കഴിഞ്ഞാൽ നിനക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. വേണി വെട്ടുപോയി, എന്ത് ചെയ്യാനാ? വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു. അല്ലേലും ചെയ്യാനും പറ്റില്ല. ആദർശാണ് ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ തനിക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റുമോ? ഒരു ദിവസം പോലും പോയി മാറി നിൽക്കാൻ പറ്റില്ല. പെട്ടെന്ന് വേണി അതൊന്നും നടക്കില്ല അച്ഛാ, ഞാൻ വരില്ല എന്ന് പറയാം. അന്നൊരു കാര്യം ചെയ്യാം, നിന്നെ നോക്കാനായിട്ട് സന്ധ്യ അവിടെ നിന്നോട്ടെ. അവസാനം വേണിക്ക് സമ്മതിക്കേണ്ടി വന്നു, വേറെ നിർവാഹമില്ല. പിന്നീട് അങ്ങോട്ട് ചെന്നിട്ട് വേണി പറഞ്ഞു, അതെ തൽക്കാലത്തേക്ക് ഇവിടെ നിന്നോ, ഒത്തിരി നാളൊന്നും വേണ്ട. പിന്നെ കാര്യമുണ്ട്, എന്റെ കാര്യത്തിൽ കൂടെ ഇടപെടാനൊന്നും വരണ്ട. ആദർശന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരിക്കും നോക്കുന്നത് എന്ന് പറയാം. അല്ല വേണിമോള, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ ഇങ്ങോട്ട് വിട്ടത് വേണിമോളെ നോക്കാൻ വേണ്ടി മാത്രം. ആദർശന്റെ കാര്യം നന്ദിനിയമ്മ നോക്കിക്കൊള്ളില്ല, പിന്നെന്തിനാ നീ ചോദിക്കണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ആദർശന്റെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ കൂടുതലായിട്ട് എന്റെ കാര്യത്തിൽ ഇടപെടാനൊന്നും വരണ്ടെന്ന് പറയാം. പിന്നീട് ആദർശിന്റെ ദേഹമൊക്കെ തുടപ്പിച്ച് വേണി മുറിയിലേക്ക് ഏറ്റുകൊണ്ട് പോവാ. പെട്ടെന്ന് ആദർശം ഒരു കാര്യം ചെയ്യുവേണി, നീ കുറച്ചാൾ നിന്റെ വീട്ടിൽ പോയി നിന്നോ. അത് അവർക്കും ഒരു സമാധാനമായിരിക്കും. നീ ഇവിടെ നിൽക്കുന്നോണ്ടല്ലേ. ആദർശൻ എന്താ പറയണേ? എനിക്കങ്ങനെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുമോ? ആദർശനെ പിരിഞ്ഞിട്ട് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. എൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ല എന്നുള്ള സത്യം നമുക്ക് മാത്രം അറിയുള്ളൂ. വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞാൽ എന്നെ വിടുവാണെന്നും പറഞ്ഞാ ഇരിക്കുന്നത്. ഇല്ലാത്ത കുഞ്ഞിനെ ഞാൻ എവിടുന്ന് പ്രസവിക്കാൻ ആദർശേട്ടാ? ആദർശേട്ടൻ അറിയാവുന്ന കാര്യമില്ലേ? അവര് ചെയ്ത ആ കള്ളത്തരത്തിന്റെ ആഴം അവർക്കും മനസ്സിലാവുക. ഇനി എത്ര നാളെ ഈ കള്ളക്കളി തുടരണമെന്ന് അറിയത്തില്ല. വേണു പറഞ്ഞു, അതെ ഞാൻ എല്ലാവരോടും സത്യവും തുറന്നു പറഞ്ഞാലോ? പക്ഷേ എങ്കിൽ ആദർശ് പറഞ്ഞ് പ്രശ്നമാവോ? പിന്നീട് പെട്ടെന്ന് വേണിയെടുത്ത വേണ്ട, ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടേ ചിലപ്പോൾ അച്ഛൻ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. പിന്നെ എന്നെ ഇങ്ങോട്ട് വിട്ടെന്ന് വരത്തില്ല. ആദർശാണ് എനിക്ക് നഷ്ടപ്പെടും. അത് വേണ്ട, അത് അപകടമാണ്. വേണ്ട, ഞാൻ ഇങ്ങനെ തന്നെ നിന്നോളാം, എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ വേലക്കാരുടെ കാര്യത്തിലല്ലേ ഒരു പ്രശ്നമുള്ളൂ. അവര് കുറച്ചാൾ കഴിയും പൊക്കോളും. പിന്നീട് ആദർശിനെ സന്തോഷിപ്പിക്കാനായിട്ട് വേണി ആദർശിനെ ഒരുക്കിക്കൊണ്ട് പോകുന്നുണ്ട്. വലിയൊരു മലയുടെ മുകളിലേക്ക് പോകുന്നുണ്ട്. മലയുടെ മുകളെന്ന് പറഞ്ഞാൽ ഒരു മൈതാനത്തേക്കൊക്കെ കൊണ്ടുവന്നേ. അവിടെ കൊണ്ടുപോയി ആദർശിന് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണിക്കുക. ആദർശിന് മനസ്സിന് ഒരു സമാധാനം കിട്ടണം. എപ്പോഴും മുറിക്കകത്ത് തന്നെ അടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എഴുന്നേക്കാന്നുള്ള ആ ഒരു ചിന്ത അങ്ങോട്ട് മാറും. പിന്നെ മനസ്സാകെപ്പാടെ ഇതായിപ്പോവും. മുറിക്കകത്ത് അടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. ഒരു 10 ദിവസം പോലും ആർക്കും ഇരിക്കാൻ കഴിയില്ല അങ്ങനെ. അപ്പൊ ആദർശം ഇങ്ങനെ കുറെ ദിവസമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുമല്ലേ, മനസ്സും മുരടിച്ചു പോകും. അതൊരു കാരണവശാലും പാടില്ല. അങ്ങനെ വേണിയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആദർശിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ചാരങ്ങാട്ട് വീട്ടിൽ ബഹുരസമാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും കമലയുടെ അസുഖത്തിന് ഒരു കുറവും വരുന്നില്ല. കമലയുടെ ഈ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ തങ്കച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. തങ്കച്ചിക്ക് പോയി മഹാദേവനോട് പരാതി പറയാനും പേടിയാ. ഇനി പരാതിയായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവെന്ന് തങ്കച്ചിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യം. പിന്നീട് ശേഖർ തങ്കച്ചിനെ വിളിക്കുക. തങ്കച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എന്നെ എങ്ങനെയല്ലോ അങ്ങോട്ട് വിളിക്ക്, എനിക്ക് അങ്ങോട്ട് വരണം എന്ന് പറയാം. എൻ്റെ മോനെ, അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ. ഒരു കാര്യം ചെയ്ത് നീ അച്ഛനോട് സംസാരിക്കുക. ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ സംസാരിച്ച് നോക്കാമെന്ന് വേണം. അങ്ങനെ അവസാനം തങ്കച്ചി മഹാദേവന്റെ അടുത്ത് എല്ലുവിടാം. മഹാദേവന്റെ അടുത്ത് നമ്മുടെ മോനിലെ ശേഖർ, അവന്
ശിക്ഷ കൊടുത്തു. അവൻ ഇനി അങ്ങനെ ഒരു അബദ്ധം കാണിക്കത്തില്ല. അവനെ തിരിച്ചു വിളിക്കുക, പാവല്ലേ. അവൻ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്ത് നിൽക്കുന്നേ. അവൻ അനുഭവിക്കട്ടെ. അവൻ അത്രമാത്രം കള്ളത്തരം ചെയ്ത അവനിട്ടുള്ള പണി ഞാൻ കൊടുത്തേക്കുന്നത്. ഇനി അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ശിക്ഷ അതായിരിക്കും. അവന് പഠിക്കണം. എന്താ പറയുന്നേ, അവനുള്ള ശിക്ഷ കിട്ടിയില്ല, ഇനിയെങ്കിലും അവനെ അകത്ത് കയറ്റ്, ഞാനല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞ് അവസാനം മഹാദേവൻ പറഞ്ഞ എന്തേലും ആട്ടെ എന്ന് പറയാണ്. അങ്ങനെ ശേഖർ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് കയറുക. പക്ഷെ ശേഖറിന്റെ കഷ്ടകാലത്തിനായിരുന്നു വീണ്ടും ശേഖർ തിരിച്ച് വീട്ടിലേക്ക് കയറിയത്. അങ്ങനെ ശേഖർ വീട്ടിലേക്ക് തിരിച്ചു കയറിയപ്പോൾ തങ്കച്ചിയാണെങ്കിൽ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുക. എൻ്റെ മോൻ പാവം 2 ദിവസം കൊണ്ട് പകുതിയായി പോയി. നേരാമണ്ണ ഫുഡൊന്നും ഇല്ലായിരുന്നു, ഹോട്ടലിലെ ഫുഡൊക്കെ അല്ലേ. തങ്കച്ചിയാണ് ആവശ്യമുള്ള ഫുഡൊക്കെ കൊണ്ട് കൊടുത്ത് കഴിക്കും മോനെ എന്ന് പറഞ്ഞ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടോടെ കമല അങ്ങോട്ട് വന്നേ. കമല ഈ കാഴ്ച കണ്ടു, കൊള്ളാം, ഇവൻ വീണ്ടും കയറി വന്നല്ലേ, ഇവനിട്ട് ഒരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം, ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നേരെ കമല അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോയിട്ട് ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം അങ്ങോട്ട് തിണുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശേഖറിന്റെ തല വഴി ആ വെള്ളം അങ്ങോട്ട് കമത്തുവാണ്. ഒരു നിമിഷം ശേഖർ ഞെട്ടിത്തിരിച്ചു പോയി. ഇദ്ദേഹം മുഴുവൻ വെള്ളം, നീ എന്താടി കാണിച്ചെന്ന് ചോദിക്കുക. മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്, നിന്നെ കൊന്നു കളയെന്ന് പറയണ. ഇതിവിടെ ശേഖറൊന്ന് ഞെട്ടി. ഇവിടെ അതല്ല അതിലപ്പുറം ചെയ്യും, ഇവിടെ കത്തിയാക്കി ഒളിപ്പിച്ചു വെച്ചോളൊന്നും പറയാൻ പറ്റില്ല. ശേഖർ അവിടുന്ന് എഴുന്നേറ്റ് ഓടിപ്പോവാണ്. പിന്നീട് അടുക്കള നിൽക്കുമായിരുന്നു വേലക്കാരി നിൽക്കുമ്പോൾ കമല അങ്ങോട്ട് വന്നേ. കമലയെ കണ്ടുപിടിച്ച് കമലയോട് ചോദിച്ചു, അല്ല കുഞ്ഞെ, നീ എന്തിനാ ആ പാവ ശേഖർ കുഞ്ഞിന്റെ തലയെ കൊണ്ട് വെള്ളം കുഴിയഴിച്ച്? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? പാവം ഉണ്ട് കേട്ടോ, സങ്കടം തോന്നും, അതിനെന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അതിനെ മാത്രമല്ല ഇവിടുത്തെ കൊച്ചമ്മയില്ലേ, കൊച്ചമ്മ എന്ത് പാവാ, പിന്നെ ഈ ആളിങ്ങനെ ഉപദ്രവിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിക്കുക. പെട്ടെന്ന് കമല, ശരിയാ, എനിക്കറിയാൻ ചേച്ചി, എന്ത് ചെയ്യാനാ, അങ്ങനെ സംഭവിച്ചു, ഇനി അങ്ങനെ ഞാൻ ചെയ്യില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് അവിടെ കറിക്കറിഞ്ഞിട്ടിങ്ങനെ കത്തിയും എടുത്തു. അതെടുത്തിട്ട് പുള്ളിക്കാരത്തെ കഴുത്തിലേക്ക് അങ്ങോട്ട് വെക്കുവാണ്. പെട്ടെന്ന് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഇവിടെ നിലവിളിക്കാൻ തുടങ്ങുകയാണ്. എന്തേലും ചെയ്യാൻ പറ്റുമോ? ഈ സമയം ഗൗരി അങ്ങോട്ട് ഓടി വന്നു. തങ്കച്ചിയുടെ അലർച്ച കേട്ടോണ്ട് ഗൗരി മുഴുവൻ കാണുന്ന കാഴ്ച കത്തി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഗൗരി പറഞ്ഞു, കമലടുത്ത് ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരില്ല, ഇവരുണ്ടല്ലോ, ഇവരെ ആദ്യം തീർക്കണം എന്ന് പറയാ എന്ന്. അയ്യോ, എന്തേലും ചെയ്യാൻ പറ്റുമോ? ആ കൈ പൊക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കത്തിയും കൊണ്ട് കഴുത്ത് മുറിക്കുമെന്നറിയാം. ഈ സമയം ഗൗരി പതുക്കെ അന്വയത്തിൽ പോയിട്ട് കമലയുടെ കൈ പിടിച്ച് കമലയുടെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് പതുക്കെ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോഴാണ് ശരിക്കും ശ്വാസം വീണ വേലക്കാരിക്ക്. പെട്ടെന്ന് വേലക്കാരി തങ്കച്ചിയോട് പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് ജീവന് കൊതിയുണ്ടെന്ന് പറയാം. അയ്യോ, നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? അതെ, കൊച്ചമ്മയ്ക്ക് അതൊക്കെ പറയാം, പക്ഷെ എനിക്കതല്ല. ഇവിടെ പ്രാന്ത് പിടിച്ചങ്ങോട്ട് കൂടെ നിന്നിട്ടുണ്ടെങ്കിലേ മിക്കവാറും എൻ്റെ ജീവൻ തീർത്ത് കളയും, എൻ്റെ ഭർത്താവിനും കുഞ്ഞിനും പിന്നെ ആരും ഇല്ലാതാവും, നിങ്ങളിവിടെ കിടന്നു, നാളെ മുതലേ ഞാൻ വരില്ല എന്ന് പറയണം. അവസാനം തങ്കച്ചി പറഞ്ഞു, അങ്ങനെ പറയരുത്, അറിയാലോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാലോ, അവളെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പറഞ്ഞുവിടാം, അവളെ പായിക്കാനുള്ള എന്തേലും ഒരു വഴി കണ്ടെത്തണം. അങ്ങനെ എന്തേലും ഒരു വഴി കണ്ടെത്താനായിട്ട് വേലക്കാരോട് പറയുവാണ് തങ്കച്ചി. ഈ സമയം ഗൗരിയുടെ മനസ്സ് നല്ല ടെൻഷൻ ആയിട്ടാണ്. ശങ്കർ എന്നും രാവിലെ എങ്ങോട്ടാ പോണേ? ഒരുപക്ഷെ ക്ഷേത്രത്തിലേക്കല്ലെന്നാ പറയണേ. ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടാ പോണേ എന്നാണെങ്കിൽ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. പിന്നീട് ശങ്കർ വരുന്ന കഴിയുമ്പത്തിന് ഇതിനെക്കുറിച്ച് ഗൗരി ചോദിക്കുന്നുണ്ട്, ശങ്കർ എങ്ങോട്ടാ പോയെന്നൊക്കെ. പക്ഷെ ശങ്കറിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുന്നില്ല. ശങ്കർ ആദ്യം ഒന്നും ഉണ്ട് വിളിച്ചു, പിന്നീട് പറഞ്ഞു, ഞാൻ വേറൊരു ക്ഷേത്രത്തിൽ നോക്കുന്നുണ്ട്, പിന്നെ അവരോട് പറയാൻ പറ്റില്ലല്ലോ അത്, അതുകൊണ്ട് ആ ക്ഷേത്രത്തിൽ ശമ്പളം കുറവല്ലേ, അപ്പൊ ഇച്ചിരി നല്ലൊരു ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും, അതാ ഞാൻ അവിടുത്തെ ജോലി നിർത്തിയെന്ന് പറയാം. പക്ഷെ അതത്ര ഗൗരിക്ക് വിശ്വാസം വന്നില്ല. പിന്നീട് ശങ്കർ ഗൗരിനെ സോപ്പിടുകയാണ്. പിന്നെ കാണിക്കുന്നത് അവർ തമ്മിലുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ്, കുറച്ച് പ്രണയ നിമിഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ശങ്കർ നല്ല പേടിയുണ്ട് ഗൗരിയെ കുറിച്ച് ഓർത്തിട്ട്. ഇനി ധ്രുവനെങ്ങാനും വന്ന് ഗൗരി ഉപദ്രവിക്കുമോ എന്നുള്ള നല്ല ഭയമുണ്ട്. ഗൗരിനെ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല, ആ ഒരു ചിന്ത മാത്രമേ ശങ്കറിന്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാണിക്കുന്നൊരു അടിപൊളി വിശേഷം, തങ്കച്ചി പുറത്ത് പോകാനായിട്ട് റെഡിയായിട്ട് വരുവാണ്. ഈ സമയത്താണ് കമല ഈ കാഴ്ച കണ്ട. സാരിയൊക്കെ കൊടുത്ത് വല്ല സെറ്റപ്പിനായിട്ട് ഇങ്ങനെ വന്ന് തങ്കച്ചി നിൽക്കണ സമയത്താണ് കമല എന്ത് ചെയ്യാണ്, ആ ടേബിളിൽ ഇരിക്കുന്ന കത്തി ഇങ്ങെടുത്തു. ആ കത്തി ഇങ്ങെടുത്ത് തങ്കച്ചിന് ഉന്നം വെച്ച് എറിയാണ്ട് തുടങ്ങണം. പെട്ടെന്ന് തങ്കച്ചി നോക്കിയപ്പോഴത്തേനും തന്നെ നേരെ കത്തി എറിയാൻ തുടങ്ങുന്നു. അയ്യോ, ഇതെന്താ കമല നീ കാണിക്കാൻ വന്നേ? കത്തി താഴെ ഇടാൻ പറയാണ്. തള്ളേ, നിങ്ങൾ കണ്ടിട്ടില്ലേ സർക്കസിലൊക്കെ ഇങ്ങനെയാ കത്തിയേറ് നടത്തുന്നേ, അവിടെ നിന്നെ ഞാൻ നോക്കട്ടെ, എനിക്ക് ഉന്നമുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറയാം. അയ്യോ, എന്നെ കൊല്ലുന്നേന്ന് പറഞ്ഞ് തങ്കച്ചി അവിടെ കിടന്ന് അലർന്ന് ഇളവിളിക്കുക. ഇത് കേട്ടപ്പോഴത്തേനും മഹാദേവൻ ഓടി വന്നു. മഹാദേവൻ എന്താ ഇങ്ങോട്ട് നോക്ക്, അവള് കത്തി ഉന്നം പിടിച്ചു വെച്ച് നിൽക്കുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് മഹാദേവൻ പറഞ്ഞു, കമലെ, നിന്നോട് പറഞ്ഞ കത്തി ആഴണ അച്ഛാ, ഇത് കണ്ടില്ലേ, ഇവര് ശരിയല്ലെന്നേ. അത് പറയുമ്പത്തേനും തങ്കച്ചി പറഞ്ഞു, എങ്ങ് നോക്കിയാൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ല, ഇവൾക്ക് മുത് ഭ്രാന്താന്ന് പറയാണ്. പെട്ടെന്ന്
ഗൗരി വന്നു. എന്ത് കമലയ്ക്ക് എന്ത് സംഭവിച്ചാലും ആ സമയം ഗൗരി വരണം. ഗൗരി ഉണ്ടെങ്കിൽ മാത്രമേ കമല അനുസരിക്കുള്ളൂ, അല്ലെങ്കിൽ വേറെ ആര് പറഞ്ഞാലും കമല അനുസരിക്കത്തില്ല. അങ്ങനെ വന്ന് തങ്കച്ചിനെ രക്ഷപ്പെടുത്തുക. അവസാനം തങ്കച്ചി പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാ, എനിക്ക് പറ്റില്ല ഇവിടെ നിൽക്കാനായിട്ട്, എനിക്ക് ജീവനും ഭയമുണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും അവൾക്ക് ഭ്രാന്ത് കൂടി വരിക. ഇങ്ങനെ പോയ ഇവിടെ എങ്ങനെ ജീവിക്കും എന്ന് പറ. ആർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഗൗരിയോട് ശങ്കറിനോടും ഒന്നും ഒരു കുഴപ്പമില്ല, എന്നോടും ശേഖരനോടും ഒക്കെ അവൾക്ക് പ്രശ്നം. അപ്പൊ ഇത് കേട്ടോണ്ട് മഹാദേവൻ പറഞ്ഞു, നിന്നെയൊക്കെയല്ലേ കാരണക്കാരെ അനുഭവിച്ചോന്ന് പറയുവാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തങ്കച്ചി പെട്ടുപോവാണ്. തങ്കച്ചിക്കിടെ ശേഖരൻ നല്ല 8ന്റെ പണി കൊടുക്കുന്നതിന്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.